ചക്കപുരാണത്തിൽ നിന്ന് നമ്മൾ ചെറിയൊരു ഇടവേള എടുത്തിരുന്നേ. എന്നാലും ഞാൻ അന്നേ പറഞ്ഞില്ലേ, ചക്കക്കഥകൾ അങ്ങനൊന്നും തീരില്ലാന്ന്. നല്ല മൂത്ത ചക്ക കിട്ടുമ്പോഴേ പുഴുങ്ങണോ എരിശ്ശേരി വെക്കണമെന്നാ അടുക്കളയിലെ ആദ്യത്തെ ചർച്ച. അച്ഛമ്മയുടെ പേഴ്സണൽ ഫേവറേറ്റ് കറികളിൽ ഒന്നാട്ടോ ചക്ക എരിശ്ശേരി. അന്നൊക്കെ വിഷുക്കാലത്തെ മാമ്പഴപ്പുളിശ്ശേരി പോലെ തന്നെ മാറ്റി വെക്കാൻ പകരക്കാരനെ തേടാത്തൊരു വിഭവവും. അച്ഛമ്മയ്ക്ക് വയ്യാണ്ടായപ്പോൾ ആ രുചിക്ക് ഒട്ടും വിട്ടുവീഴ്ച കൊടുക്കാതെ അത് ഉണ്ടാക്കി തന്നിരുന്ന അമ്മയാണ്. ചുളയൊന്നും മടക്കി പിടിച്ച് വട്ടത്തിൽ അരിഞ്ഞെടുക്കും. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം ഇതൊക്കെ ചേർത്ത് വേവിക്കാൻ വെക്കും. തേങ്ങാ ചിലവിന് രണ്ടായി പകുത്തെടുത്ത് അതിലെ ചെറിയ പാതിയിൽ 4-5 മണി കുരുമുളകും പച്ചമുളകും ജീരകവും ഒക്കെ ചേർത്ത് മിനുക്കനെ അരച്ച് വെന്ത കഷ്ണങ്ങളിലേക്ക് ചേർത്ത് തിളവരുമ്പോൾ അടുപ്പത്തുനിന്ന് വാങ്ങും. വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും മുളകും ഒക്കെ മൂപ്പിച്ച് തേങ്ങാചിരവിയത് കൂടി ഇട്ട് നല്ല പുളിയുറുമ്പിൻ്റെ നിറത്തിൽ വറുത്ത് എരിശ്ശേരിക്ക് മുകളിലേക്ക് വെതറും. എരിശ്ശേരി ഉണ്ടാക്കുന്ന ദിവസേ അടുക്കളയ്ക്കൊരു കൊതിപ്പിക്കുന്ന മണമാണ്.